ആയിട്ടുള്ളൂ ചേട്ടാ. എന്താ സംഭവിച്ചത്? ഞങ്ങളുടെ വീട് അവിടെയാണ്. പെട്ടെന്ന് ഒരു വലിയൊരു സൗണ്ട് കേട്ടു, ജനലൊക്കെ പൊട്ടി. അപ്പൊ ഞങ്ങള് വേഗം ഓടി വന്നപ്പോ അവിടെ ഒരു കാല് കിടക്കുന്നുണ്ട്, അവിടെ ഒരു കൈ എടുക്കുന്നുണ്ട്. ഞങ്ങളൊരു 4 ആൾക്കാരെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇനി എന്താണെന്നൊന്നും അറിയില്ല. ആംബുലൻസ് വരുന്നത് കാണാം വിനീത. ഇപ്പോൾ അങ്ങോട്ട് പക്ഷേ ഒരു പരിധി വിട്ട് ആംബുലൻസിനും അങ്ങോട്ട് ക്ഷമിക്കണം, ഫയർഫോഴ്സിനും അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. കാരണം ഇത് കെടുത്താൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴുണ്ട്. കാരണം ഇപ്പോൾ ശബ്ദം ഇത് 20 മിനിറ്റ് മുന്നേ വീട്ടിൽ അടുത്ത വീട്ടുകാരനാണല്ലോ. എന്റെ വീടാണ്. എന്താ ഒരു 20 മിനിറ്റ് ആയിട്ടുള്ളോ? പെട്ടെന്ന് വലിയൊരു സൗണ്ട് കേട്ടു, ജനലിന് ഇതൊക്കെ തകർന്നുണ്ട്. ഞങ്ങളിത് വേഗം ഓടി വന്നപ്പോഴാണ് കുറെ ആൾക്കാരെ പാടത്തോട് 4 ആൾക്കാരെ കയറ്റി വിട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഇവിടേക്ക് അവരുടെ ശരീരഭാഗങ്ങൾക്ക് എടുക്കുന്നുണ്ട്. 2-3 ആൾക്കാരെ ചെതറി കിടക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും പോകാൻ പറ്റില്ല. എവിടെ കിടക്കണമെന്നൊന്നും നമുക്കറിയില്ല. ഒരു 10-30 ആൾക്കാരുണ്ടെന്ന് പണിക്കാർ പറയണേ. അപ്പോൾ വിനീത, ഇതാണ് അതിൻ്റെ 20 മിനിറ്റ് മുമ്പാണ് വലിയ ശബ്ദം കേട്ടതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്, വീട്ടുകാരാണ്. അവരുടെ വീടിൻ്റെ ജലച്ചില്ലകൾ മുഴുവൻ തകർന്നു പോയി. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് പല സ്ഥലത്തും ചിതറി, ഇപ്പോഴും ശരീരഭാഗങ്ങൾ പല സ്ഥലത്തും ചിതറി കിടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ, ഇതിൻ്റെ സമീപത്തുള്ള നാട്ടുകാരൻ പറയുന്നത്. ആദ്യം വന്ന ആൾ പറയുന്നത് 4 പേരെ പരിക്കേറ്റ നിലയിൽ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് തീ അണയ്ക്കാൻ ശ്രമം നടക്കുന്നത്. പക്ഷേ ഇത് ഒരു പരിധി വിട്ട് അങ്ങോട്ട് കടക്കാൻ കഴിയില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇത് നിറയെ കരിമരുന്നാണ് അതിനകത്ത്. 2 വെടിക്കെട്ടിന് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കരിമരുന്നാണ് മുഴുവൻ. അതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല.